കോഴിക്കൂട് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുക. വായു കയറിയിറങ്ങിപ്പോകാനുള്ള സൗകര്യത്തിനു വേണ്ടിയാണ് ഇത്. വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുമ്പോൾ ഉയരം കുറച്ച് കോഴിക്കൂട് പണിയരുത്. വശങ്ങളിൽ 9 അടി ഉയരവും മധ്യഭാഗത്തായി 12 മുതൽ 14 അടി ഉയരവും വേണം. വശങ്ങളിൽ കമ്പിവലകളാണ് നല്ലത്. അവയിലൂടെ കാറ്റ് കയറിയിറങ്ങി പോകുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കണം. വലകളിൽ ചിലന്തികൾ കൂട് കൂട്ടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവ അധികമായാൽ കാറ്റിന്റെ പ്രവാഹത്തിന് തടസ്സമാകും. അതുകൊണ്ടുതന്നെ അവ ഇടയ്ക്കിടെ നീക്കം ചെയ്യണം. കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുവേണം മുട്ടക്കോഴി വളർത്തൽ തുടങ്ങാൻ. പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. ബിവി 380 പോലെയുള്ള കോഴികളെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേജ് രീതിയായിരിക്കും നല്ലത്. നാടൻ കോഴികളാണെങ്കിൽ അഴിച്ചിട്ടു വളർത്താം. കേജുകളിൽ പാർപ്പിക്കുന്ന കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നത് ഒഴിവാക്കാൻ 10ാമത്തെ ദിവസവും 100ാമത്തെ ദിവസവും കൊക്കുമുറിക്കണം. തമ്മിൽ കൊത്തുകൂടി പരസ്പരം തൂവലുകൾ കൊത്തിപ്പറിക്കുന്നത് സഹജമായ സ്വഭാവമാണ്. തൂവലുകൾ കൊഴിഞ്ഞാൽ വീണ്ടും കിളിർത്തുവരും. വല്ലാതെ കൊഴിഞ്ഞുപോയാൽ ഇവ കോഴിയുടെ വളർച്ചയെയും മുട്ടയിടുന്നതിനെയും ബാധിക്കും. കുടിവെള്ളവും തീറ്റയും മലിനീകരണമില്ലാത്തതും കുമിൾബാധയില്ലാത്തതുമായിരിക്കണം. രോഗങ്ങൾക്കെതിരെ കൃത്യമായ വാക്സിനുകൾ നൽകണം. പാഴ്മരങ്ങളുടെ അറക്കപ്പൊടി കൂടുകളിൽ കാഷ്ടം വീഴുന്നിടത്ത് വിതറിക്കൊടുക്കുന്നത് നല്ലതാണ്. തേക്കിന്റെ ഈർച്ചപ്പൊടി അല്ലെങ്കിൽ അറക്കപ്പൊടി കഴിവതും ഉപയോഗിക്കാതിരിക്കുക. കാഷ്ടം സൂക്ഷിക്കുന്നിടത്ത് നനവില്ലാത്ത വിധം മേൽക്കൂര വേണം. കാഷ്ടത്തിനു മുകളിൽ ഒരു നിരയായി അറക്കപ്പൊടി വിതറി നിയന്ത്രിത രീതിയിൽ തീ കത്തിച്ചാൽ അതിലെ ഈച്ചകളുടെ ലാർവകളെയും മറ്റു പ്രാണികളെയും മറ്റും ഇല്ലാതാക്കാൻ സാധിക്കും. കോഴിക്കൂട്ടിൽ വിതറുന്നതിനായി ഗുണമേന്മയുള്ള കുമ്മായം മാത്രം ഉപയോഗിക്കുക. കക്ക പൊടിച്ച കുമ്മായം തന്നെ ഉപയോഗിക്കുക. ദിവസവും കാഷ്ടം നീക്കം ചെയ്യണം. വാണിജ്യാടിസ്ഥാനത്തിൽ 1000-ൽ കൂടുതൽ മുട്ടക്കോഴികളെ വളർത്തുന്നതിന് പഞ്ചായത്തിൽ നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുമുള്ള അനുമതി വാങ്ങിയിരിക്കണം. വിപണനത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നു പഠിക്കണം. നിത്യവും വിപണനം ചെയ്യാനുള്ള സൗകര്യമുള്ളിടത്തു വേണം മുട്ടക്കോഴികളെ വളർത്താൻ.